ആയപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു കോൾ വരുന്നു. ഗോസ്റ്റി ഇവിടെ പ്രസവിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആരാണച്ഛൻ? അച്ഛനൊരു മുത്തച്ഛനായ പട്ടിക്കുട്ടികളെ കണ്ടല്ലേ? ഓക്കെ, കമോൺ കമോൺ. ഹായ്, നോക്ക്. എന്റെ ടക്കിടുവ കണ്ടിട്ടുണ്ടോ? കുഞ്ഞി ടക്കിടുവ. അയ്യോടാ, 4 കുഞ്ഞുണ്ടാ. എടി, എന്നാലും നീ പണി പറ്റിച്ച് കളഞ്ഞടി മാക്കാച്ചി. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ആരി? ഞാൻ തന്നെ. എടാ 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 ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ. നീ പെണ്ണാണെന്ന് അറിഞ്ഞത് തന്നെ എനിക്ക് വലിയ ഷോക്കായിരുന്നു. പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചേട്ടനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ ഇതിനെ ചെയ്യുള്ളൂ. നീ പ്രസവിക്കാൻ ചെയ്ത ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. ഇന്നൊന്നും ഓർമ്മയില്ലടോ. ഇത് പെൺകുട്ടിയാ? ഇത് ആൺകുട്ടിയാണോ? ഇത് തരക്കടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ. ഇങ്ങനെയാണ് പണ്ട് ഗോസ്റ്റിയെ ഞാൻ നോക്കിയത്. ഇത് 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 പെണ്ണാണ് ആച്ചാ? ഇത് ആൺകുട്ടിയാണല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ആൺകുട്ടി. അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ്. നീ എന്നെ എന്നാലും നീ ഇതിന്റെ ഇടയിൽ കൂടെ പോയി പണി പറ്റിച്ച് കളഞ്ഞു. ഇവിടെ അല്ല നോക്കേണ്ടത്. ഇത്രയും ക്ഷമയോടെ കാത്തിരുന്ന് ഇവളെ വളച്ചെടുത്തവനെയാണ് നമ്മൾ സമ്മതിക്കുന്നത്. അതെ, നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. എന്റെ പേരെന്തിനാണ്? പേരെന്തുവാ? തൽക്കാലം നമുക്ക് മണിയെന്ന് കൊടുക്കും. 4 ഹാപ്പി പട്ടിക്കുട്ടികളും ഒരു ഹാപ്പി അമ്മയും അത്രയ്ക്ക് ഹാപ്പി അല്ലാത്ത ഒരു കുഞ്ഞമ്മയെ നിങ്ങൾക്ക് അവിടെ കാണാം. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. ഇങ്ങനൊക്കെ നടന്നാ മതിയോ? നമുക്കൊന്ന് പ്രസവിക്കണ്ടേ? The end. Oh, marvelous.